വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുക. നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഒന്നും സബ്സ്ക്രിപ്ഷൻ, ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അതായത് ഈ ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ തരുന്നത് നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പണം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ തുണി ഉരിഞ്ഞു കാണിക്കുക, അങ്ങനെയൊന്നും കാണിച്ചിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും തരുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു 100-ൽ 50% സ്ത്രീകളും ഇതുപോലുള്ള സബ്സ്ക്രിപ്ഷൻ വഴി അഴിഞ്ഞാട്ടം, അതായത് നഗ്നതാ പ്രദർശനം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ മെയിനായിട്ട് രേണുസുധിയുടെ വലിയ ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ, അവരുടെയും സബ്സ്ക്രിപ്ഷൻ വലിയ വിവാദമായിരുന്നു. അതായത് അവരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. അവരെന്ന് പറയാനില്ല, ഒരു ചെറിയ പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചു ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. അതിലെ വീഡിയോ ആരോ ഒന്ന് ലീക്കാക്കി, അത് ഭയങ്കര വിവാദമായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഇവർ സ്ട്രൈക്ക് കൊടുത്തു. പിന്നെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്താന്ന് പറഞ്ഞാലും നമ്മൾ ആരും അവരുടെ പുറകെ പോയിട്ടോ അല്ല അവരുടെ വീട്ടിൽ പോയി ഒളിക്യാമറ വെച്ചിട്ടോ ഒന്നും എടുത്ത വീഡിയോ അല്ല സോഷ്യൽ മീഡിയയിൽ വന്നത്. ഇവരുടെ സബ്സ്ക്രിപ്ഷൻ, അതായത് ഇവരുടെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിൽ ഇവരിട്ട വീഡിയോ ആണ്. അല്ലാതെ നമ്മൾ ആരെങ്കിലും പോയി ഒളിച്ചിരുന്ന് എടുത്ത വീഡിയോ ഒന്നും അല്ലല്ലോ. എന്നിട്ട് ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ്. എന്തുവാ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുപോലെ പണം ഉണ്ടാക്കണമെന്നാണോ? ചെറിയ പെങ്കൊച്ചാണ്, ചെറിയ പെങ്കൊച്ച്. ആ പെങ്കൊച്ചൊക്കെ ഉൾപ്പെടെ ഇമാതിരി ഈ രേണുസുധിയൊക്കെ കാണിക്കുന്ന പോലുള്ള അപരാധങ്ങൾ കാണിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, പുച്ഛം തോന്നിപ്പോവാണ് ആ ഒരു ഫാമിലിയോട്, ആ ഒരു നടനോട്. 4 പെൺമക്കളാണല്ലേ പുള്ളിക്ക്. 4 ഏകദേശം നല്ല എന്താ പറയുക, നല്ല ക്യാഷ് ടീമാണ്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മോഡേൺ ഫാമിലിയാണ്. മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അവർ ചെയ്തോട്ടെ. പക്ഷേ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അവർ ഇമാതിരി അപരാധം കാണിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യേ, ഇവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണോ എന്ന് ചിന്തിച്ചു പോകും. കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ ഒരു രീതിയിൽ ഈ കൃഷ്ണകുമാറിൻ്റെയൊക്കെ മക്കൾ പണം ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും പുച്ഛം തോന്നി പോവുകയാണ് അവരോടൊക്കെ. എന്നിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട് എല്ലാ ആൾക്കാർക്കും സ്ട്രൈക്ക് കൊടുക്കുക, അവർക്കെതിരെ പരാതി കൊടുക്കുക. ഇവരുടെ തെറ്റിവരെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തിരുത്താൻ അവർ തയ്യാറാവുന്നില്ല. പകരം അത് വാദിച്ച് ജയിക്കാനും അത് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരുടെ വായടപ്പിക്കാനാണ് ഇവരുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതിപ്പം ഫാമിലി ഫുള്ള് ഈ ഒരു ടൈപ്പാണ്. ഇപ്പോൾ ദിയ കൃഷ്ണ എയറിലാണ് സ്വന്തം അമ്മായിയമ്മേനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതും മദേഴ്സ് ഡേയുടെ അന്ന്. അപ്പോൾ ഇതിനെയൊക്കെ എന്താ പറയേണ്ടത്? എന്താ നമുക്കിപ്പോൾ ഈ രേണുസുധി ചെയ്യുന്നതും ഈ കൃഷ്ണകുമാറിൻ്റെ ഇളയ മകൾ ചെയ്യുന്ന എല്ലാം ഒരു പ്രവൃത്തി തന്നെ, പണത്തിന് വേണ്ടി സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുണി അഴിച്ച് കാണിക്കുക, അങ്ങനെ തന്നെ നമ്മൾ പറയും. കാരണം അതുപോലെ പ്രവൃത്തിയാണല്ലോ അവർ ചെയ്തത്. അല്ലാതെ ആരും അവരുടെ പുറകെ പോയിട്ട് വൃത്തികെട്ട വീഡിയോ എടുക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ ബിക്കിനി ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും, നെഗറ്റീവ് കമൻറ്റുകൾ വരും. അപ്പോൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരോ എടുത്ത് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്ത് ലീക്കാക്കി, അതെല്ലാവരും കണ്ടു, വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. അപ്പോൾ ഇവർ ചെയ്തതെന്താ? ഇതിനെക്കുറിച്ച് അവർ പ്രതികരിച്ചില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള പ്രതികരണം ഉണ്ടായില്ല. പകരം എന്തുവാ, ഈ വീഡിയോ ചെയ്തവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊക്കെ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊക്കെ പോയി പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പരാതി കൊടുക്കും, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ, അതായത് നരേന്ദ്രമോദിയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇവരൊക്കെ ഒരുപക്ഷെ നമുക്കെതിരെയൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോയത് തന്നെ. അല്ലാതെ എന്ത് പറയാനാണ്? നമ്മുടെയൊക്കെ ചാനൽ പൂട്ടിക്കാനൊക്കെ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. ഇവരുടെ തെറ്റ് ഇവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇത് ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു പെങ്കൊച്ചിൻ്റെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ രീതിയിൽ നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവർ കാണിച്ചിട്ടല്ലേ, കാണിക്കാത്തൊന്നുമല്ലല്ലോ. ആ പെങ്കൊച്ചിൻ്റെ തന്നെ വീഡിയോ ആണ്, AIയോ ഒന്നുമല്ല. ആ പെങ്കൊച്ചിൻ്റെ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർക്ക് പ്രശ്നമില്ല. അവരുടെ തെറ്റ് തിരുത്താനോ അല്ല അവർ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനോ അവർ തയ്യാറാവുന്നില്ല. പകരം എന്തുവാ, അതിനെക്കുറിച്ച് അവരുടെ ആ ഒരു തെറ്റ് പറയുന്നവരുടെ വായടപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. പരാതി കൊടുത്തും ചാനലിൽ സ്ട്രൈക്ക് കൊടുത്തും ഒക്കെ. ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് രേണുസുതിയും ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ മക്കളുമൊക്കെ ഇതേ രീതി കാണിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുപോലെ തന്നെയാണ്. അല്ലാതെ നമ്മൾ രേണുവിനെ മാത്രം പറയുക അങ്ങനെയൊന്നുമില്ല. ആര് കാണിച്ചാലും നമ്മൾ അവരെയൊക്കെ പറയും. കാരണം ഇത് സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു തെറ്റായ മെസ്സേജാണ്. വളർന്നു വരുന്ന തലമുറ, വളർന്നു വരുന്ന കൊച്ചു പെൺകുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ. പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുണി ഉരിഞ്ഞ് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ, നല്ല റീച്ചും നല്ല പണവും കിട്ടുമല്ലോ. ആ ഒരു മെസ്സേജ് അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അതിനെതിരെ ഒരു നടപടി ഉണ്ടാവണം.